റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, തന്റെ സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാ, ഞാൻ നരകത്തെ കണ്ടു സ്വഹാബത്തെ, ഫഇദാ അക്തറ അഹ്ലിഹൻ നിസാഅ യക്ഫുർന, അതിൽ ഞാൻ കൂടുതൽ കണ്ടതും സ്ത്രീകളെയാണ് സ്വഹാബത്തെ, ഒരുപാട് സ്ത്രീകളെയാണ് ഞാൻ കണ്ടത് സ്വഹാബത്തെ. എന്തേ ഈ പെണ്ണുങ്ങള്, എന്തേ ഈ സ്ത്രീകള് ഇപ്രകാരം നരകത്തിൽ കിടക്കാൻ കാരണമെന്ന് ജിബ്രീലിനോട് ഞാൻ ചോദിക്കുമ്പോ ജിബ്രീൽ പറഞ്ഞു കൊടുക്കുന്നു, ഏ പ്രവാചകരെ, ഏ മുഹമ്മദ് നബിയെ, എന്തേ കാരണമെന്നറിയുമോ? അവർ നന്ദികേട് കാണിച്ച പെണ്ണുങ്ങളാ, അവർ നന്ദികേട് കാണിച്ചവരാണ്, അവർ നിഷേധികളായ പെണ്ണുങ്ങളാണെന്ന് പറയുമ്പോ സ്വഹാബത്ത് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് അയക്ഫുർന ബില്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, അല്ലാഹുവിന്റെ റസൂലേ, അവർ അല്ലാഹുവിനോടാണോ നന്ദികേട് കാണിച്ചത്? അയക്ഫുർന ബില്ലാഹ്, അല്ലാഹുവിനോടാണോ നന്ദികേട് കാണിച്ചത്? അല്ലാഹു റസൂൽ പറയുക, അല്ല 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 അല്ല, അവർ നന്ദികേട് കാണിച്ചത് അല്ലാഹുവിനോടല്ല. അവർ നമസ്കരിക്കാത്തവരല്ല, അവർ നോമ്പ് പിടിക്കാത്തവരല്ല, സക്കാത്ത് കൊടുക്കാത്തവരും ഹജ്ജ് ചെയ്യാത്തവരുമല്ല, ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരാ, ധാരാളമായി അല്ലാഹുവിനെ ഓർക്കുന്നവരാ, അല്ലാഹുവിന് വേണ്ടി തഹജ്ജുദ് പോലും നമസ്കരിക്കുന്നവരാ, അല്ലാഹുവിന് വേണ്ടി ധാരാളമായി ഇബാദത്ത് ചെയ്യുന്നവരാ. പക്ഷേ എന്തേ അവർക്കുള്ള കുഴപ്പമെന്നറിയുമോ? യക്ഫുർനൽ അശീർ വയക്ഫുർനൽ ഇഹ്സാൻ. പിതാവിന്റെ കൈ പിടിച്ചുകൊണ്ട് നിക്കാഹിന്റെ വചനങ്ങൾ ഓതി തീർത്ത നിന്റെ പ്രിയപ്പെട്ട ഭർത്താവുണ്ടല്ലോ, നിന്റെ പ്രിയതമനുണ്ടല്ലോ, നിന്റെ വീട്ടിലെ നിന്റെ പൊന്നുമക്കളുടെ പിതാവുണ്ടല്ലോ, ആ ഭർത്താവിനോട് നീ നന്ദികേട് കാണിച്ചതിന്റെ പേരിലാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി